SSLC പരീക്ഷാ ഫലത്തിൽ പിഴവ് വരുത്തിയ സംഭവത്തിൽ മുൻ പരീക്ഷാ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി DPIക്ക് നിർദ്ദേശം നൽകി. പരീക്ഷാ ഭവനിലെ ചീഫ് സൂപ്രണ്ടുമാർ മുതൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ വരെ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കും. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാഠപുസ്തക വിതരണത്തിലെ കാലതാമസത്തിന് കാരണം ധന അച്ചടി വകുപ്പുകളുടെ വീഴ്ചയാണെന്നും മന്ത്രി പറഞ്ഞു. SSLC പരീക്ഷാ ഫലത്തിലെ പിഴവുകൾ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി VS സെന്തിലിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. SSLC പരീക്ഷ നടത്തിപ്പിന്റെ മുന്നൊരുക്കത്തിലും ഏകോപനത്തിലും മുൻ പരീക്ഷാ സെക്രട്ടറി MI സുകുമാരന് വീഴ്ച പറ്റി. തെറ്റായ സ്കോർ ഷീറ്റ് ഫോർമാറ്റ് ഉപയോഗിച്ച ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്കും സ്കോർ സൂപ്പർവൈസർമാർക്കും പിഴവ് സംഭവിച്ചു. പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികളുടെ വിവരം അപ്ഡേറ്റ് ചെയ്യുന്നതിലും വീഴ്ച പറ്റി. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ കഴിവില്ലായ്മയാണ് ഇതിന് കാരണം. അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കമ്മിറ്റിയുടെ ശുപാർശ പരിശോധിച്ച് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നടപടിയെടുക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SSLC പരീക്ഷാ നടത്തിപ്പിൻ്റെ മുന്നൊരുക്കത്തിലും ഏകോപനത്തിലും കാലയളവിൽ പരീക്ഷാ സെക്രട്ടറിയായിരുന്ന ഉദ്യോഗസ്ഥനും കുറ്റക്കാരനാണെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ജീവനക്കാരൻ്റെ പേരിലും യുക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ തയ്യാറാക്കിയ NIC-യുമായി വേണ്ടവിധം പരീക്ഷാ ഭവൻ ആശയവിനിമയം നടത്തിയില്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. അതേസമയം പാഠപുസ്തക അച്ചടിയിലെ കാലതാമസത്തിന് കാരണം ധനവകുപ്പിന്റെയും അച്ചടി വകുപ്പിന്റെയും വീഴ്ചയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അച്ചടി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതി കിട്ടുന്ന കാര്യത്തിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് അത് പറഞ്ഞല്ലോ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.